നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് എ വാലഡിക്ഷൻ ഫോർ ബൈഡിംഗ് മോർണിംഗ് ബൈ ജോൺ ഡൺ. John Donne was a renowned English poet of the metaphysical school, scholar, soldier and secretary who lived in the late 16th to the early 17th century. Donne's poems are celebrated for their intellectual and emotional qualities tied with expertly executed language and imagery. His words spoke about universal themes that were influenced by his Catholicism, such as love, mortality, souls, and religion. Donne was born into a Roman Catholic family in London in either 1571 or 1572. His exact birth date is not known. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ജീവിച്ചിരുന്ന മെറ്റാഫിസിക്കൽ സ്കൂളിലെ പ്രശസ്തനായ ഇംഗ്ലീഷ് കവിയും പണ്ഡിതനും സൈനികനും സെക്രട്ടറിയുമായിരുന്നു ജോൺ ഡോൺ. ഡോണിൻ്റെ കവിതകൾ അവയുടെ ബൗദ്ധികവും വൈകാരികവുമായ ഗുണങ്ങളാൽ ശ്രദ്ധേയമാണ്. വിദഗ്ധമായ ഭാഷയും ചിത്രങ്ങളും അവയിൽ കാണാൻ സാധിക്കും. കത്തോലിക്ക മതം സ്വാധീനിച്ച സാർവത്രിക വിഷയങ്ങളായ സ്നേഹം, മരണനിരക്ക്, ആത്മാക്കൾ, മതം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. 1571 1572 ലണ്ടനിലെ ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിലാണ് ജോൺ ഡൺ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃത്യമായ ജന്മതീയതി അറിവായിട്ടില്ല. ഹിസ് വർക്ക്സ് ഹാഡ് a profound influence on later poets including T.S. Eliot, William Butler Yeats and W.H. Auden and continue to be widely read and admired today. John Donne's poetry began to regain popularity during the 20th century. Donne was renowned for a number of holy sonnets that are still revered to this day. Some say that he is the greatest love poet in the history of the English language. T.S. Eliot, William Butler Yeats, W.H. Auden എന്നിവർ ഉൾപ്പെടെയുള്ള പിൻകാല കവികളിൽ ജോൺ ഡോണിൻ്റെ കൃതികൾ സ്വാധീനം ചെലുത്തി. ഇന്നും വ്യാപകമായി വായിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്നു. ജോൺ ഡോണിൻ്റെ കവിതകൾ 20-ാം നൂറ്റാണ്ടിൽ വീണ്ടും പ്രചാരം നേടി തുടങ്ങി. ഇന്നും ബഹുമാനിക്കപ്പെടുന്ന നിരവധി സോണറ്റുകളും അദ്ദേഹം രചിച്ചതാണ്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രണയ കവി അദ്ദേഹമാണെന്ന് ചിലർ പറയുന്നു. എ വാലഡിക്ഷൻ ഫോർ ബൈഡിംഗ് മോർണിംഗ്. ദിസ് പോയം വാസ് റിട്ടൺ ഫോർ ഡൺസ് വൈഫ് ആനി ഇൻ either 1611 or 1612. It was penned before he left on a trip to Europe. It was not published until after his death, appearing in the collection of songs and sonnets. A valediction for biding morning is divided into sets of 4 lines or quartets. 1611 1612 ഡോണിൻ്റെ ഭാര്യ ആനിക്ക് എഴുതിയതാണ് ഈ കവിത. യൂറോപ്പിലേക്കുള്ള ഒരു യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് എഴുതിയതാണ്. കളക്ഷൻ ഓഫ് സോങ്സ് ആൻഡ് സോണറ്റിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ കവിത അദ്ദേഹത്തിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഈ കവിതയെ 4 വരികൾ അല്ലെങ്കിൽ ക്വാർട്ടൈനുകളുടെ സെറ്റുകളായി തിരിച്ചിരിക്കുന്നു. ജോൺ ഹാസ് ഓൾസോ സ്ട്രക്ചേർഡ് ദിസ് പീസ് വിത്ത് എ കൺസിസ്റ്റൻറ്റ് പാറ്റേൺ ഓഫ് റൈം ഫോളോയിങ് ദ സ്കീം ഓഫ് ABAB. ഇൻ റിഗാർഡ് ടു മീറ്റർ, ഡൺ chose to use iambic tetrameter. This means that each line contains 4 sets of 2 beats. Generally, the first of these is unstressed and the second is stressed. ABAB rhyme scheme ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മീറ്റർ, അയാംബിക്,
ടെട്രാമീറ്റർ. ഇതിനർത്ഥം ഓരോ വരിയിലും 2 ബീറ്റുകളുടെ 4 സെറ്റുകൾ അടങ്ങിയിരിക്കുന്നു എന്നാണ്. There are a few moments, though, where this reverses and instead the first syllable is stressed. Trochaic tetrameter. One of these moments is in the first line of the third stanza with the word movie. The reversal of the rhythmic pattern here is a surprise, just as is the moving of the earth, which is being described. ആദ്യത്തെ അക്ഷരം ഊന്നി പറയുന്നു. ട്രോക്കൈക് ടെട്രാമീറ്റർ. ഉദാഹരണം മൂന്നാമത്തെ ചരണത്തിൻ്റെ ആദ്യ വരി. ഇവിടെ വിവരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ചലനം പോലെ തന്നെ താളക്രമത്തിൻ്റെ വിപരീതവും അതിശയിപ്പിക്കുന്നതാണ്. സമ്മറി. A valediction foreboding morning by John Donne describes the spiritual and transcendent love that Donne and his wife Annie shared. ജോൺ ഡോണിൻ്റെ എ വാലഡിക്ഷൻ ഫോർബാഡിംഗ് മോർണിംഗ് ഡണ്ണും ഭാര്യ ആനിയും പങ്കിട്ട ആത്മീയവും അതിരുകടന്നുമായ സ്നേഹത്തെ വിവരിക്കുന്നു. The poem begins with the speaker describing the death of a virtuous man. He goes to the afterlife peacefully, so much so that his friends are not sure if he is dead or not. Then compares this kind of peaceful parting to the way he and his wife will separate. Rather than drawing an emotional feat as a shallow couple would, they melt from one another. ഒരു മാന്യ വ്യക്തിയുടെ മരണത്തെ വിവരിച്ചുകൊണ്ടാണ് സ്പീക്കർ കവിത ആരംഭിക്കുന്നത്. അവൻ മരണാനന്തര ജീവിതത്തിലേക്ക് സമാധാനപരമായി പോകുന്നു. ഇത്ര വേഗം അവൻ മരിച്ചോ എന്ന് അവൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും ഉറപ്പില്ല. ഇത്തരത്തിലുള്ള സമാധാനപരമായ വേർപിരിയലിനെ താനും ഭാര്യയും വേർപിരിയുന്ന രീതിയുമായി ഡൺ താരതമ്യം ചെയ്യുന്നു. തമ്മിൽ സ്നേഹമില്ലാത്ത ദമ്പതികൾ ചെയ്യുന്നതുപോലെ വൈകാരിക നിമിഷങ്ങൾക്ക് പകരം അവർ പരസ്പരം ഉരുകുന്നു. In a similar metaphor, Donne also compares their life to the movement of a celestial sphere. Even though these moments are invisible to those on earth, they are much more powerful than the highly visible moving of the earth. The next analogy shows how their parting would be an expansion rather than a breach. Their love will stretch like gold leaf pounded thin. സമാനമായ ഒരു രൂപകത്തിൽ ഡൺ അവരുടെ പ്രണയത്തെ ആകാശഗോളങ്ങളുടെ ചലനവുമായി താരതമ്യം ചെയ്യുന്നു. ആ നിമിഷങ്ങൾ ഭൂമിയിലുള്ളവർക്ക് അദൃശ്യമാണെങ്കിലും അവ വളരെ ദൃശ്യമായി ഭൂമിയുടെ ചലനത്തേക്കാൾ വളരെ ശക്തമാണ്. അവരുടെ വേർപിരിയൽ ഒരു ലംഘനം എന്നതിലുപരി ഒരു വികസനം ആകുന്നത് എങ്ങനെയെന്ന് അടുത്ത സാമ്യം കാണിക്കുന്നു. അവരുടെ സ്നേഹം പൊൻ ഇലകൾ മെലിഞ്ഞ പോലെ നീണ്ടുകിടക്കും. The poem concludes with the well-known conceit comparing love to a drafting compass. Donne states that his wife is the leg that holds them steady at a fixed point while he roams. It is due to her steadfastness that he always finds his way back. പ്രണയത്തെ ഒരു ഡ്രാഫ്റ്റിംഗ് കോമ്പസുമായി താരതമ്യം ചെയ്തുകൊണ്ട് തെല്ലൊരു അഹങ്കാരത്തോടെ കവിത അവസാനിക്കുന്നു. താൻ അലഞ്ഞു നടക്കുമ്പോൾ തന്നെ സ്ഥിരമായി നിർത്തുന്ന കാലാണ് ഭാര്യയെന്ന് ഡോൺ പ്രസ്താവിക്കുന്നു. അവളുടെ അചഞ്ചലത കൊണ്ടാണ് ഞാൻ ഇപ്പോഴും തിരിച്ചു വരാനുള്ള വഴി കണ്ടെത്തുന്നത്. തീംസ്. As was common within Donne's poetry, there are pervading themes of death, the celebration of love and spirituality in this text. In regard to love, Donne spent the majority of the text trying to define what his love is like. Donne utilizes a number of images and analogies which will be discussed later in his analysis that accomplish this. By the time the speaker gets to the end, he was come to the conclusion that no matter where he is, their love will live on. ഡോണിൻ്റെ കവിതയിൽ സാധാരണമായതുപോലെ ഈ കവിതയിലും മരണം, പ്രണയത്തിൻ്റെ ആഘോഷം, ആത്മീയത എന്നിങ്ങനെ വ്യാപകമായ വിഷയങ്ങളുണ്ട്. പ്രണയത്തെ സംബന്ധിച്ചിടത്തോളം
തൻ്റെ പ്രണയം എങ്ങനെയാണെന്ന് നിർവചിക്കാൻ ഡൺ കവിതയുടെ ഭൂരിഭാഗവും ചിലവഴിച്ചു. ഡോൺ നിരവധി ചിത്രങ്ങളും സാമ്യങ്ങളും ഉപയോഗിക്കുന്നു. സ്പീക്കർ അവസാനം എത്തുമ്പോഴേക്കും താൻ എവിടെയായിരുന്നാലും അവരുടെ സ്നേഹം നിലനിൽക്കുമെന്ന നിഗമനത്തിൽ എത്തി. The theme of spirituality is intimately connected with that of love. Don's speaker, who is certainly Don himself, declares the love he shares with his partner to be spiritual in nature. It goes beyond that which ordinary people experience. This means it can overcome any mundane barrier life throws at it. ആത്മീയതയുടെ പ്രമേയം സ്നേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ഡൺ തന്നെയാണ് സ്പീക്കർ. പങ്കാളിയുമായി പങ്കിടുന്ന സ്നേഹം ആത്മീയമായ സ്വഭാവമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അത് സാധാരണക്കാർ അനുഭവിക്കുന്നതിലും അപ്പുറമാണ്. ഇതിനർത്ഥം ജീവിതത്തിലേക്ക് എറിയുന്ന ഏത് ലൗകിക തടസ്സങ്ങളെയും മറികടക്കാൻ ഇതിന് കഴിയും എന്നാണ്. The first lines of the text bring up death. He describes a group of friends who are gathered around the deathbed of a virtuous man. They are discussing amongst themselves when this person is going to die and which birth might be his last. By utilizing death to speak on life later, Donne is tapping into the tradition of carpe diem poetry. This type of poem promotes a way of living that keeps in mind the ever-present prospect of death. കവിതയുടെ ആദ്യ വരികൾ മരണത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരു സദ്ഗുണമുള്ള മനുഷ്യൻ്റെ മരണക്കിടക്കയ്ക്ക് ചുറ്റും കൂടിയിരിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളെ അദ്ദേഹം വിവരിക്കുന്നു. ഈ വ്യക്തി എപ്പോൾ മരിക്കുമെന്ന്, ഏത് ശ്വാസം അവൻ്റെ അവസാനമാകുമെന്നും അവർ പരസ്പരം ചർച്ച ചെയ്യുന്നു. പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ മരണത്തെ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഡൺ കാർപ്പൻ്റീം കവിതയുടെ പാരമ്പര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത്തരത്തിലുള്ള കവിതകൾ മരണത്തിൻ്റെ എക്കാലത്തെയും പ്രതീക്ഷകളെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ജീവിത രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇമേജസ് ആൻഡ് കോൺസെപ്റ്റ്സ്. One of the most important and recognizable images associated with a Waldician foreboding morning is that of a compass. It compass towards the end of the text in line 26. It is important because it symbolizes the strength of their relationship, but also the balance that exists between the speaker and his wife. എ വാൽഡിക്ഷൻ ഫോർബൈഡിംഗ് മോർണിംഗ് എന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതും തിരിച്ചറിയാവുന്നതുമായ ചിത്രങ്ങളിൽ ഒന്ന് കോമ്പസിൻ്റേതാണ്. ഇത് കവിതയുടെ അവസാന വരി 26 ദൃശ്യമാകുന്നു. ഇത് അവരുടെ ബന്ധത്തിൻ്റെ ശക്തിയെ പ്രതീകപ്പെടുത്തുന്നതിനാൽ വളരെ പ്രധാനമാണ്. മാത്രമല്ല, സ്പീക്കറും ഭാര്യയും തമ്മിലുള്ള അസന്തുലിതാവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. ഡൺ ഡിസ്ക്രൈബ്സ് ദ കോമ്പസ് ആസ് ബീങ് സ്റ്റിഫ് വിത്ത് എ ഫിക്സഡ് ഫുട്ട്. This is his wife's part of a metaphor. She remains stationary while her husband, the speaker, roams around. He is due to her steadfastness that he always finds his way back home. The speaker clearly sees his conceit or comparison between two very unlike things as a romantic. One should take note of the fact that the speaker's loyalty to his wife seems to hinge on her placidity. If she were too wrong, the entire balances would be thrown off. കോമ്പസിന് സ്ഥിരമായ കാൽ ഉള്ളതായി ഡൺ വിവരിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ രൂപകത്തിൻ്റെ ഭാഗമാണ്. അവളുടെ ഭർത്താവ് സ്പീക്കർ ചുറ്റും അലഞ്ഞുതിരിയുമ്പോൾ അവൾ നിശ്ചലമായി തുടരുന്നു. അവളുടെ അചഞ്ചലത കൊണ്ടാണ് അവൻ എപ്പോഴും വീട്ടിലേക്കുള്ള വഴി കണ്ടെത്തുന്നത്. സ്പീക്കർ ഈ അഹങ്കാരത്തെ, അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള താരതമ്യത്തെ, ഒരു റൊമാൻറ്റിക് ആയി കാണുന്നു. സ്പീക്കറുടെ ഭാര്യയോടുള്ള വിശ്വസ്തത അവളുടെ ശാന്തതയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന വസ്തുത ശ്രദ്ധിക്കേണ്ടതാണ്. അവൾ അലഞ്ഞാൽ മുഴുവൻ ബാലൻസും പോകും. Another image that is important to the text appears throughout the first half of the poem, that of natural disastrous weather patterns. The first time
One of these disasters is made clear is in the fifth line with the mention of a flood and a tempest or a powerful storm. In this instance, the weather is being used to show the exaggerated emotions of lesser love. The couple he is imagining cries and sigh outrageously as if hoping someone will take note of their passion. വാചകത്തിന് പ്രാധാന്യമുള്ള മറ്റൊരു ചിത്രം കവിതയുടെ ആദ്യ പകുതിയിൽ ഉടനീളം പ്രത്യക്ഷപ്പെടുന്നു. പ്രകൃതിദത്തവും വിനാശകരവുമായ കാലാവസ്ഥാ രീതികൾ. ഈ ദുരന്തങ്ങളിലൊന്ന് ആദ്യമായി വ്യക്തമാകുന്നത് അഞ്ചാമത്തെ വരിയിൽ പ്രളയം, കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ശക്തമായ കൊടുങ്കാറ്റ് എന്നിവയെക്കുറിച്ചുള്ള പരാമർശമാണ്. ഈ സാഹചര്യത്തിൽ കുറഞ്ഞ സ്നേഹത്തിൻ്റെ അതിശയോക്തി കലർന്ന വികാരങ്ങൾ കാണിക്കാൻ കാലാവസ്ഥ ഉപയോഗിക്കുന്നു. അവിടെ സങ്കല്പിക്കുന്ന ദമ്പതികൾ തങ്ങളുടെ അഭിനിവേശം ആരെങ്കിലും ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ കരയുകയും നിലവിളിപ്പിടുകയും ചെയ്യുന്നു. അനാലിസിസ് ഓഫ് എ വാലഡിക്ഷൻ ഫോർ ബാഡിംഗ് മോർണിംഗ്. സ്റ്റാൻസ 1. A virtuous man pass mildly away and whisper to their souls to go, while some of their sad friends do say, the breath goes now, and some say no. In the first stanza of A Valediction Foreboding Morning, the speaker begins with an image of death. He is speaking on the death of a man who is virtuous. Due to his good nature, his death comes peacefully. Then compares dying in his instance to whispering one's soul away. There is nothing traumatic about it. Whisper is a perfect example of onomatopoeia. The word sounds or resembles noise it represents. The dying man is not alone. There are servants around his bed who are unable to decide where or not the man is died. His final moments are so peaceful that there is no sign to tell the onlookers the end has come. They speak to one another asking if the breath goes now or not. A Valediction Foreboding Morning എന്നതിൻ്റെ ആദ്യ ഖണ്ഡത്തിൽ സ്പീക്കർ ആരംഭിക്കുന്നത് മരണത്തിൻ്റെ ഒരു ചിത്രത്തിലാണ്. സദ്ഗുണമുള്ള ഒരു മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അവൻ്റെ നല്ല സ്വഭാവം കാരണം അവൻ്റെ മരണം സമാധാനപരമായി സംഭവിക്കുന്നു. ഈ സന്ദർഭത്തിൽ മരിക്കുന്നതിനേക്കാൾ ഡോൺ താരതമ്യപ്പെടുന്നത് ഒരാളുടെ ആത്മാവിനെ വിസ്പർ ചെയ്യുക എന്നതാണ്. അതിൽ ആഘാതകരമായി ഒന്നുമില്ല. ഓനോമാറ്റോപിയയുടെ ഉത്തമ ഉദാഹരണമാണ് വിസ്പർ. വാക്ക് അത് പ്രതികരിക്കുന്ന ശബ്ദത്തോട് സാമ്യമുള്ളതാണ്. മരിക്കുന്ന മനുഷ്യൻ തനിച്ചല്ല. ആ മനുഷ്യൻ മരിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ദുഃഖിതരായ സുഹൃത്തുക്കൾ അവൻ്റെ കിടക്കയ്ക്ക് ചുറ്റുമുണ്ട്. അവൻ്റെ അന്ത്യനിമിഷങ്ങൾ വളരെ ശാന്തമാണ്. കാഴ്ചക്കാരോട് അവസാനം വന്നിരിക്കുന്നുവെന്ന് പറയാൻ ഒരു അടയാളവുമില്ല. അവർ പരസ്പരം സംസാരിക്കുന്നു, ശ്വാസം ഇപ്പോൾ പോകുന്നുണ്ടോ എന്ന്. സ്റ്റാൻസ 2. So let us melt and make no noise, no tear floods or sand tempest move. There our profanation of our joys, to tell the laity our love. The second stanza might come as something of a surprise to readers unused to Donne's complicated use of concept. Rather than explaining what the first stanza was all about, it adds additional information. The speaker is comparing the peaceful death of a virtuous man to the love he shares with the intended listener. When they separate, they do so without the tear floods and sand tempests of the Shala. Donne's speaker sees the way other partners are around one another and knows his relationship is better. He and his partner would never be so crass as to expose their emotions to the reality or common people. It is something they keep to themselves. He states that it would be a profanation or
disgrace to their joy to expose it. They will make no noise and remain on the high ground above those involved in lesser loves. ആദ്യത്തെ ഖണ്ഡിക എന്തിനെക്കുറിച്ചാണെന്ന് വിശദീകരിക്കുന്നതിന് പകരം അതിൽ കൂടുതൽ വിവരങ്ങൾ ചേർക്കുന്നു. ഒരു സദ്വർദ്ധൻ്റെ സമാധാനപരമായ മരണത്തെ അവൻ ഉദ്ദേശിച്ച ശ്രോതാവിനോട് പങ്കിടുന്ന സ്നേഹത്തോട് ഉപമിക്കുകയാണ് സ്പീക്കർ. അവർ വേർപിരിയുമ്പോൾ കണ്ണീർ പ്രളയങ്ങളും ഞരക്കവും ഇല്ലാതെ അവർ പിരിയുന്നു. സ്പീക്കർ തൻ്റെ സുഹൃത്തുക്കൾ തൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നത് കാണുകയും തൻ്റെ ബന്ധം മികച്ചതാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അവനും അവൻ്റെ പങ്കാളിയും ഒരിക്കലും അവരുടെ വികാരങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ തുറന്നു കാട്ടാൻ മുതിർന്നിട്ടില്ല. അത് അവർ സ്വയം സൂക്ഷിക്കുന്ന ഒന്നാണ്. അത് തുറന്നു കാട്ടുന്നത് അവരുടെ സന്തോഷത്തിന് ഒരു അപവാദം അല്ലെങ്കിൽ അപമാനം ആയിരിക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു. അവർ ശബ്ദമുണ്ടാക്കില്ല, എന്നാൽ അവരുടെ പ്രണയം പങ്കുവയ്ക്കുകയും ചെയ്യും. സ്റ്റാൻസ 3. Moving of the earth bring harms and fear. Men reckon what it did and meant. But trepidation of the spears, though greater far, is innocent. The third stanza introduces another image of a natural disaster, the moving of the earth or an earthquake. It is something unexpected and unexplained. Earthquakes also bring along harms and fears. These lines have been added to emphasize the obscurity of making a big deal over the speaker's departure. The next two lines of a valediction forbidding mourning are a bit more obscure. They refer to the celestial spheres or concentric circles in which the moon, stars and planets move. Although they are censured of, they still shake and vibrate in reaction to other events. Here the speaker is describing their trepidation or shaking. It is a greater shaking than that which an earthquake is able to inflict, but it is unseen innocent. This is another metaphor for how the speaker sees his relationship. It is not the showy earthquake, but the much more powerful shaking of celestial spheres. മൂന്നാമത്തെ ഖണ്ഡിക ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ചിത്രം അവതരിപ്പിക്കുന്നു. ഭൂമിയുടെ ചലനം അല്ലെങ്കിൽ ഭൂകമ്പം. അത് അപ്രത്യക്ഷവും വിശദീകരിക്കപ്പെടാത്തതുമായ ഒന്നാണ്. ഭൂകമ്പങ്ങൾ ഹാനിയും ഭയവും കൊണ്ടുവരുന്നു. സ്പീക്കർ ഇറങ്ങിപ്പോയതിനെ ചൊല്ലി ഉണ്ടായ വലിയ വിവാദത്തെ ഊന്നിപ്പറയാനാണ് ഈ വരികൾ ചേർത്തിരിക്കുന്നത്. എ വാലഡിക്ഷൻ ഫോർബൈഡിങ് മോർണിംഗ് എന്നതിൻ്റെ അടുത്ത രണ്ട് വരികൾ കുറച്ചുകൂടി അവ്യക്തമാണ്. ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എന്നിവ ചലിക്കുന്ന ആകാശഗോളങ്ങളെ അല്ലെങ്കിൽ കേന്ദ്രീകൃത ഗോളങ്ങളെ പരാമർശിക്കുന്നു. അവ വേർതിരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റ് സംഭവങ്ങളുള്ള പ്രതികരണത്തിൽ അവ ഇപ്പോഴും കുലുങ്ങുകയും വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ സ്പീക്കർ അവരുടെ വിറയൽ അല്ലെങ്കിൽ കുലുക്കം വിവരിക്കുന്നു. ഒരു ഭൂകമ്പം ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ കുലുക്കമാണിത്, പക്ഷേ അത് അദൃശ്യമാണ്. സ്പീക്കർ തൻ്റെ ബന്ധത്തെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ മറ്റു രൂപകമാണിത്. ഇത് പ്രകടമായ ഭൂകമ്പമല്ല, മറിച്ച് ആകാശഗോളങ്ങളുടെ കൂടുതൽ ശക്തമായ കുലുക്കമാണ്. സ്റ്റാൻസ 4. Dull subtlety lovers love, whose soul is sense cannot admit. Absence, because it doth move those things which elemented it. The speaker returns to describing the lesser life of others in the 5th stanza. It is dull and it is sublunary, meaning it exists under the moon rather than in the sky. Those who participate in these relationships are driven by their senses. The soul of the relationship is based on what one's senses can determine. Physically, presence is of the utmost importance to those loves. They cannot admit or absence because it doth remove and the entire relationship. Everything shallow lovers have with one another is based on touch and sight. അഞ്ചാമത്തെ ചരണത്തിൽ മറ്റുള്ളവരുടെ കുറഞ്ഞ സ്നേഹം വിവരിക്കുന്നതിലേക്ക് സ്പീക്കർ മടങ്ങുന്നു.
ഈ ബന്ധങ്ങൾ പങ്കെടുക്കുന്നവരെ അവരുടെ ഇന്ദ്രിയങ്ങളാൽ നയിക്കപ്പെടുന്നു. ബന്ധത്തിൻ്റെ ആത്മാവ് ഒരാളുടെ ഇന്ദ്രിയങ്ങൾക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ പ്രണയങ്ങൾക്ക് ശാരീരിക സാന്നിധ്യം വളരെ പ്രധാനമാണ്. അവർക്ക് സമ്മതിക്കാനാവില്ല അതിൻ്റെ അഭാവം, കാരണം അത് മുഴുവൻ ബന്ധത്തെയും നീക്കം ചെയ്യും. ആഴം കുറഞ്ഞ പ്രണയത്തിൽ പരസ്പരം ഉള്ളതെല്ലാം സ്പർശനത്തെയും കാഴ്ചയെയും അടിസ്ഥാനമാക്കി ഉള്ളതാണ്. സ്റ്റാൻസ 5. But we by a love so much refined that ourselves know not what it is, assured of the mind, careless eyes, lips and hands to miss. The fifth stanza of a valediction forbidding mourning provides a contrast to the fourth. He returns to his own relationship and speaks of himself and his wife as we. They have a refined or well-tuned and highbrow relationship. Their love is so beyond the physical world that they physical beings have trouble understanding it. They know not what it is. The next two lines reiterate the fact that the love the speaker and his wife have is spiritual. It is more mental than it is physical. This means they are assured of the mind and do not care for the eyes, lips and hands. When they part, these are not the elements that will miss about one another. അഞ്ചാമത്തെ ഖണ്ഡത്തിൽ അവൻ സ്വന്തം ബന്ധത്തിലേക്ക് മടങ്ങുകയും തന്നെയും ഭാര്യയും ഞങ്ങൾ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അവർക്ക് ശുദ്ധീകരിക്കപ്പെട്ട അല്ലെങ്കിൽ നന്നായി ട്യൂൺ ചെയ്തതും ഉയർന്നതുമായ ബന്ധമുണ്ട്. അവരുടെ സ്നേഹം ഭൗതിക ലോകത്തിന് അതീതമാണ്. അവർക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് അത് എന്താണെന്ന് അറിയില്ല. സ്പീക്കറും ഭാര്യയും തമ്മിലുള്ള ബന്ധം ആത്മീയമാണെന്ന വസ്തുതയാണ് അടുത്ത 2 വരികൾ ആവർത്തിക്കുന്നത്. ഇത് ശാരീരികമായതിനേക്കാൾ മാനസികമായതാണ്. ഇതിനർത്ഥം അവർ മാനസികമായി പരസ്പരം ഉറപ്പുള്ളവരാണ്. കൂടാതെ കണ്ണുകൾ, ചുണ്ടുകൾ, കൈകൾ എന്നിവയെ ശ്രദ്ധിക്കുന്നില്ല. അവർ വേർപിരിയുമ്പോൾ ഇവ പരസ്പരം നഷ്ടപ്പെടുന്ന ഘടകങ്ങൾ അല്ല. സ്റ്റാൻസ 6. Our two souls therefore which are one, though I must go enter not it, a breach but an expansion, like God to Erythinus beach. The 6th stanza begins with a fairly straightforward and recognizable declaration about marriage. They might have 2 separate souls, but now they act as one. It is due to this fact that when they part, they will not enter a breach but an expansion. Their love will stretch as gold does when it is beaten thin. It is the same even when pushed to the limit. It is also important to note that Donne chose to use gold as a representation of their love. He recognizes the elements of his relationship in its durability and beauty. ആറാമത്തെ ഖണ്ഡം ആരംഭിക്കുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള വളരെ നേരായതും തിരിച്ചറിയാവുന്നതുമായ ഒരു പ്രഖ്യാപനത്തോടെയാണ്. അവർക്ക് 2 വ്യത്യസ്ത ആത്മാക്കളുണ്ടായിരിക്കാം, എന്നാൽ ഇപ്പോൾ അവർ ഒന്നായി പ്രവർത്തിക്കുന്നു. ഈ വസ്തുത കാരണം അവർ വേർപിരിയുമ്പോൾ അവർ ആ ലംഘനം സഹിക്കില്ല. മറിച്ച് ഒരു വിപുലീകരണമാണ് അവിടെ സംഭവിക്കുന്നത്. കനം കുറഞ്ഞ സ്വർണം പോലെ നീളും അവരുടെ സ്നേഹം. പരിധിയിലേക്ക് തള്ളിയാലും അങ്ങനെ തന്നെ. അവരുടെ സ്നേഹത്തിൻ്റെ ആഴം പ്രതിനിധീകരിക്കാൻ സ്വർണം ഡൺ തിരഞ്ഞെടുത്തു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. അവൻ തൻ്റെ ബന്ധത്തിൻ്റെ ഘടകങ്ങൾ അവൻ്റെ ദൃഢതയിലും സൗന്ദര്യത്തിലും തിരിച്ചറിയുന്നു. സ്റ്റാൻസ 7. If they be 2, they are 2 so. As if twin compasses are 2, thy soul the fixed foot makes no show, to move but doth if the other do. It is at this point in valediction forbidding mourning that the image of the compass as discussed in the introduction becomes important. First, Donne goes back to his previous statement about their oneness. He knows there might be some doubt of their inter-assured relationship,
so he makes his concession. If they, meaning himself as his wife, are two, then they are the two legs of a compass. Dunn speaks of his wife as being the fixed foot of the device. He has a steady soul that remains grounded and never makes a show or to move. His wife only moves if the other do, meaning himself. ഈ ഘട്ടത്തിലാണ് ആമുഖത്തിൽ ചർച്ച ചെയ്തിരിക്കുന്ന കോമ്പസിൻ്റെ ചിത്രം പ്രധാനമാകുന്നത്. ആദ്യം ഡോൺ അവരുടെ ഏകത്വം സംബന്ധിച്ച തൻ്റെ മുൻ പ്രസ്താവനയിലേക്ക് മടങ്ങുന്നു. അവരുടെ ഇൻ്റർ അഷ്യൂർഡ് ബന്ധത്തെക്കുറിച്ച് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് അവനറിയാം. അതിനാൽ അദ്ദേഹം ഒരു ഇളവ് നൽകുന്നു. അവർ എന്നതിന് അർത്ഥം താനും ഭാര്യയും രണ്ടാണ് എങ്കിലും അവർ ഒരു കോമ്പസിൻ്റെ രണ്ട് കാലുകളാണ്. ഉപകരണത്തിൻ്റെ സ്ഥിരമായ കാൽ എന്ന് ഡൺ തൻ്റെ ഭാര്യയെക്കുറിച്ച് സംസാരിക്കുന്നു. അവൾക്ക് സ്ഥിരമായ ഒരു ആത്മാവുണ്ട്. അത് അടിസ്ഥാനപരമായി നിലനിൽക്കുന്നു. ഒരിക്കലും പ്രദർശനം ചെയ്ത് നീക്കാൻ കഴിയില്ല. മറ്റൊരാൾ ചെയ്താൽ മാത്രമേ തൻ്റെ ഭാര്യ നീങ്ങുകയുള്ളൂ. അതായത് സ്വയം നീങ്ങാൻ കഴിയില്ല. സ്റ്റാൻസ 8. And though it in the center sit, yet when the other far doth throw, it leans and hearken after it, and grows erect as that comes home. In the 8th stanza of A Valediction Forbidding Morning, the moments of the fixed foot is further described. Initially, it is in the center of their word, everything revolves around it. Then if the other leg, the unencumbered to Dunn, decides to roam far into the distance it leads, it is the only movement that his wife makes. When he needs her to, she hearkens after him, then straighten up again or grows erect when he comes home or returns to the fixed point. എട്ടാം ഖണ്ഡത്തിൽ സ്ഥിരമായ കാലിൻ്റെ ചലനം കൂടുതൽ വിവരിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ അത് അവരുടെ ലോകത്തിൻ്റെ മധ്യഭാഗത്താണ്. എല്ലാം അതിനെ ചുറ്റിപ്പറ്റിയാണ്. തുടർന്ന് ഡോണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റേ കാൽ വളരെ ദൂരത്തേക്ക് ചലിക്കാൻ തീരുമാനിച്ച അത് ചായുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് നടത്തുന്ന ഒരേ ഒരു പ്രസ്താവനയാണിത്. അയാൾക്ക് അവളെ ആവശ്യമുള്ളപ്പോൾ അവൾ അവൻ്റെ പിന്നാലെ കേൾക്കുന്നു. പിന്നെ അവൻ വീട്ടിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ നിശ്ചിത പോയിന്റിലേക്ക് വരുമ്പോഴോ നിവർന്ന് നിൽക്കുന്നു. സ്റ്റാൻസ 9. Such will thou be to me who must, like the other foot, obliquely run. Thy firmness makes my circle just and makes me end where I began. The final 4 lines describe the metaphor in full just in case any part of the compass analogy was in doubt. The speaker is very much addressing his lines to his wife. He tells her that she will be to him the line that brings them back in. She has a firmness that makes his circle just or keeps it within a limited area. No matter what he does or where he roams, she will always get him back to where he began. കോമ്പസ് സാമ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗം സംശയമുണ്ടെങ്കിൽ അവസാന 4 വരികൾ രൂപകത്തെ പൂർണ്ണമായും വിവരിക്കുന്നു. സ്പീക്കർ തൻ്റെ വരികളിൽ ഭാര്യയെ അഭിസംബോധന ചെയ്യുന്നു. അവനെ തിരികെ കൊണ്ടുവരുന്ന വഴി അവളായിരിക്കുമെന്ന് അവൻ അവളോട് പറയുന്നു. അവൾക്ക് ഒരു ദൃഢതയുണ്ട്. അത് അവൻ്റെ സർക്കിളിനെ ന്യായീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പരിമിതമായ പ്രദേശത്ത് അത് നിലനിർത്തുന്നു. അവൻ എന്ത് ചെയ്താലും എവിടെ കറങ്ങിയാലും അവൾ അവനെ എപ്പോഴും അവൻ തുടങ്ങിയിടത്തേക്ക് തിരികെ കൊണ്ടുവരും. A Valediction Forbidding Morning is one of the most renowned work of John Donne. It is also a seminal work of metaphysical poetry exploring the dynamics of enduring love and separation with significant intellectual and emotional depth. Donne wrote this poem as a farewell song for his wife when he embarked on a long journey. This poem
showcases Donne's excellence in using the technique of metaphysical conceit to show the dynamics of the physical and spiritual connection between the lovers. ജോൺ ഡണ്ണിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതികൾ ഒന്നാണിത്. ബൗദ്ധികവും വൈകാരികവുമായ ആഴത്തിൽ നിലനിൽക്കുന്ന പ്രണയത്തിൻ്റെ വേർപിരിയലിൻ്റെയും ചലനാത്മകത പര്യവേക്ഷണം ചെയ്യുന്ന മെറ്റാഫിസിക്കൽ കവിതയുടെ ഒരു പ്രധാന കൃതി കൂടിയാണിത്. ഒരു നീണ്ട യാത്ര ആരംഭിച്ചപ്പോൾ തൻ്റെ ഭാര്യയ്ക്കുള്ള വിടവാങ്ങൽ ഗാനമായാണ് ഡൺ ഈ കവിത എഴുതിയത്. കാമുകി കാമുകന്മാർ തമ്മിലുള്ള ശാരീരികവും ആത്മീകവുമായ ബന്ധത്തിൻ്റെ ചലനാത്മകത കാണിക്കുന്നതിന് മെറ്റാഫിസിക്കൽ സാങ്കേതിക ഉപയോഗിക്കുന്നതിലെ ഡോണിൻ്റെ മികവ് ഈ കവിതയിൽ വ്യക്തമാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.